ഹായ്. അമ്പലപ്പുഴ കണ്ണനെ അറിയാത്തവരാരും തന്നെ കാണത്തില്ലല്ലോ. അമ്പലപ്പുഴ കണ്ണന്റെ ഒരു വിശേഷം പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് അല്ലേ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 കളപ്പ് മഹോത്സവം നടക്കാൻ പോവാണ്. അതായത് ജനുവരി 15 തൊട്ട് 26 വരെയാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങുകൾ മാത്രമല്ല, ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. കൊടിയേറാത്ത മഹോത്സവം എന്നാണ് 12 കളപ്പ് മഹോത്സവത്തെ അറിയപ്പെടുന്നത് തന്നെ. ഇനി അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. അങ്ങനെ ഭഗവാന് ചൈതന്യം വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് തൊഴുന്ന അല്ലെങ്കിൽ കണ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തർക്കും അതിന്റെ ഫലം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ പോയി തൊഴുന്നത് ഭയങ്കര പുണ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും ഈ സമയത്ത് ഭഗവാൻ അത് നടത്തി തരികയും ചെയ്യും. അത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് 12 വർഷത്തെ ഒരിക്കൽ നടത്തുന്ന പള്ളിപ്പാന എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങും ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ പള്ളിപ്പാന നടക്കുന്നത് ഫെബ്രുവരി 8 തൊട്ട് 22 വരെയാണ്. ഈ പള്ളിപ്പാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യർക്കൊക്കെ കണ്ണേറ് നാവേറ് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ ഭഗവാന്റെ വിഗ്രഹത്തിനും ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. അതായത് ഭഗവാനും ഉണ്ടാകാം. അത് കാരണം ഭഗവാന്റെ ശക്തി കുറയാം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് പള്ളിപ്പാന. അത് രാജഭരണ കാലം തൊട്ട് തുടങ്ങിയ ഒരു ചടങ്ങാണ്. 12 വർഷത്തിൽ ഒരിക്കൽ ആ പള്ളിപ്പാന നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള 12 പള്ളിപ്പാന കഴിയുമ്പോൾ അവിടെ നടത്തുന്ന ഒരു ചടങ്ങുണ്ട്, വിജയബലി. ആ ചടങ്ങെന്ന് വെച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ്. അതുകൊണ്ടും തീർന്നില്ല കേട്ടോ ആഘോഷങ്ങളൊന്നും. ഇത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 26 തൊട്ട് മാർച്ച് 5 വരെ ദ്രവ്യ കലശവും നടക്കുന്നുണ്ട്. ഇതോടുകൂടിയ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും തീരുന്നത്. ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷേത്രത്തിൽ വരണമെങ്കിൽ വന്ന് തൊഴുതു പോകുന്നത് ഏറ്റവും അത്യുത്തമമാണ്.